നമസ്കാരം. പ്രധാന വാർത്തകൾ. കപ്പടിച്ച് കൊൽക്കത്ത, തകർന്ന് ഹൈദരാബാദ്. മൂന്നാം തവണയും IPL കിരീടമുയർത്തി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ചെന്നൈയിൽ നടന്ന ഫൈനലിൽ കരുത്തരായ പാറ്റ് കമ്മിൻസിന്റെ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 8 വിക്കറ്റിനാണ് കൊൽക്കത്ത തകർത്തത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദിനെ 113 റൺസിൽ പുറത്തിറക്കിയ കൊൽക്കത്ത വെറും 10.3 ഓവറിൽ 2 വിക്കറ്റുകൾ മാത്രം നഷ്ടപ്പെടുത്തി വിജയത്തിലെത്തുകയായിരുന്നു. 26 പന്തിൽ 52 റൺസുമായി പുറത്താകാതിരുന്ന വെങ്കടേഷ് അയ്യറാണ് കൊൽക്കത്തയുടെ ജയം അനായാസമാക്കിയത്. മലപ്പുറത്ത് ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു. മലപ്പുറം ജില്ലയിലെ മമ്പാട് പുള്ളിപ്പാടത്ത് ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി. ചെറുവള്ളിപ്പാറ നിഷമോളാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ഭർത്താവ് ഷാജിയെ നിലമ്പൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കുടുംബ വഴക്കിനെ തുടർന്നാണ് കൊലപാതകമെന്ന് പോലീസ് വ്യക്തമാക്കി. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മാന്നാർ സ്വദേശി മരിച്ചു. മാന്നാർ കുരട്ടിക്കാട് മാമ്പറ്റ പടിഞ്ഞാറ്റതിൽ വേണു PN എന്ന ബാബുവാണ് മരിച്ചത്. 57 വയസ്സായിരുന്നു. ലോട്ടറി വിൽപ്പനക്കാരായ വേണുവിന് മെയ് 3-ാം തീയതി രാവിലെ 6:30 അപകടം സംഭവിച്ചത്. മാന്നാർ സ്റ്റോറേഷന് വടക്കുവശം അക്ഷര ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ മുൻഭാഗത്ത് വെച്ച് എതിർദിശയിൽ നിന്ന് വന്ന കാർ നിയന്ത്രണം വിട്ട് ഇദ്ദേഹത്തെ ഇടിക്കുകയായിരുന്നു. പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഇവിടെ ചികിത്സയിൽ കഴിയവെയാണ് മരണം. ടർബോ പ്രദർശനത്തിനിടെ തിയേറ്ററിൽ ബോംബ് ഭീഷണി. കോഴിക്കോട് മാജിക് ഫ്രെയിംസിന്റെ അപ്സര തിയേറ്ററിൽ ബോംബ് ഭീഷണി. സിനിമാ പ്രദർശനത്തിന്റെ ഇടവേളയിൽ ആളുകളെ മാറ്റി പോലീസ് പരിശോധന നടത്തുകയായിരുന്നു. പോലീസിന്റെ പരിശോധനയിൽ വ്യാജ ഭീഷണിയെന്ന് തെളിഞ്ഞു. ജീവനക്കാരന്റെ വാട്സപ്പിലേക്കാണ് ബോംബ് ഭീഷണി എത്തിയത്. റിമാൽ ഇന്ന് അർദ്ധരാത്രിയോടെ തീരം തൊടും. അവലോകന യോഗം വിളിച്ച് പ്രധാനമന്ത്രി. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട റിമാൽ ചുഴലിക്കാറ്റ് ഇന്ന് അർദ്ധരാത്രിയോടെ കരതൊടും. ബംഗ്ലാദേശിനെയും പശ്ചിമ ബംഗാളിന്റെ തെക്കൻ തീരമേഖലയ്ക്കും ഇടയിലായിട്ടാണ് തീരം തൊടുക. ഇതിന്റെ പശ്ചാത്തലത്തിൽ സാഹചര്യം വിലയിരുത്താൻ പ്രധാനമന്ത്രി അവലോകന യോഗം ചേർന്നു. ചുഴലിക്കാറ്റിനെ നേരിടാനുള്ള മുന്നൊരുക്കങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും വേണ്ട സജ്ജീകരണങ്ങളും അടക്കം പ്രധാനമന്ത്രി വിലയിരുത്തി. മണിക്കൂറിൽ 110 മുതൽ 120 കിലോമീറ്റർ വരെ ആയിരിക്കും കര തൊടുമ്പോൾ റിമാലിന്റെ വേഗത. ഈ സാഹചര്യത്തിൽ പശ്ചിമ ബംഗാൾ, ഒഡീഷ, ത്രിപുര സംസ്ഥാനങ്ങളിൽ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻകരുതൽ നടപടിക്രമങ്ങളുടെ ഭാഗമായി തെക്കൻ ബംഗാൾ തീരത്ത് 14 NDRF സംഘങ്ങളെ വിന്യസിച്ചു. നാളെ ഉച്ചയ്ക്ക് 12 വരെ കൊൽക്കത്ത വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു. എല്ലാ വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്.